അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബനാ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമൻ യാ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ ദിവസത്തിൽ ഒരല്പസമയം നമസ്കാരത്തിനു ശേഷം ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന നിലക്കാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ ഓരോരുത്തരെയും പറഞ്ഞയച്ചത് അവന് ഇബാദത്ത് ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ്. എല്ലാ നല്ല കാര്യങ്ങളും ഇബാദത്തിൻ്റെ പരിധിയിൽ വരും. അതല്ലാതെ നമസ്കാരവും നോമ്പും മാത്രമല്ല ഇബാദത്ത് എന്നതിൽ പെടുക. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ആരാധിക്കാനായല്ലാതെ ഞാൻ ഇരുവിഭാഗത്തെയും പടച്ചിട്ടില്ല. അപ്പം ആ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആരാണ് എന്ന് നോക്കലാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. മരണവും ജീവിതവും അള്ളാഹു തന്നത് അതിനാണ്. അപ്പം എല്ലാവരും ഒരേപോലെയല്ല ചെയ്യുക, പക്ഷെ എല്ലാവർക്കും ചെയ്യാനുള്ളത് ഒരേപോലെയാണ് അധികവും. പക്ഷെ ചെയ്യുന്നതെല്ലാവരും ഒരേപോലത്തെ അല്ല. ഒരാൾക്ക് നന്മകൾ ചെയ്യാൻ ആയുസ്സിൽ അവസരം ലഭിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു, അയ്യുന്നാസി ഖൈറുൻ, മനുഷ്യരിൽ ഏറ്റവും നല്ല ആള് ആരാണ് എന്ന്. അവിടുന്ന് നൽകിയ ഉത്തരം മൻ ത്വാല ഉംറുഹു വഹസുന അമല. കുറേ കാലം ഭൂമിയിൽ ജീവിക്കുകയും ആ ജീവിച്ച കാലഘട്ടത്തിൽ കിട്ടിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി നന്മകൾ ചെയ്യുകയും ചെയ്തവരാണ് മനുഷ്യരിലെ നല്ല ആളുകൾ. ആ മനുഷ്യൻ്റെ അടുത്ത ചോദ്യമുണ്ട്, എങ്കിൽ നബിയെ ആരാണ് മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ടയാളുകൾ? കുറേ കാലം ജീവിക്കാൻ അവസരം കിട്ടി തിന്മകൾ ചെയ്ത നന്മകൾ ചെയ്യാത്ത ആളാണ്. ജീവിതത്തിൽ ഒരവസരമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്നുള്ളത്. കഴിഞ്ഞ ഖുതുബയിലൊക്കെ നിങ്ങൾ കേട്ട ഹദീസ് അതാണ് നമ്മളോട് വിളിച്ചോതുന്നത്. എന്നാൽ അതിനിടയിൽ ഈ ഒരു അവസരം ലഭിക്കാതെ പോയ ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് മഅ്ഫിറത്തും റഹ്മത്തുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുമുള്ള പറഞ്ഞു, അങ്ങനെ പോയ ആളുകളുടെ ആഗ്രഹം എന്താണ് എന്ന്. തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമളാൻ. കബറാളികളോടെങ്ങാനും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, അവരുടെ ആഗ്രഹത്തെപ്പറ്റി ചോദിച്ചാൽ അവർ പറയുമായിരുന്നു യൗമൻ മിൻ റമളാൻ, റമളാനിൽ നിന്ന് ഒരു ദിനം എന്നത്. ഇപ്പോൾ ഒരു പക്ഷേ ഇന്നൊരു ദിനം നമുക്ക് കിട്ടിയേക്കാം, കിട്ടുമെന്നൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റൂല. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിൽ ഒരു അഹ്ലൻ റമളാനിന് ക്ലാസ് എടുക്കാൻ വരുമോ എന്ന് ചോദിച്ച മനുഷ്യൻ്റെ ജനാസ നിസ്കരിച്ചതിന് ശേഷം ദിവസങ്ങൾ കഴിഞ്ഞാണ് അയാൾ സംഘടിപ്പിച്ച പരിപാടിയിൽ നാട്ടിൽ ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഉറപ്പൊന്നും നമുക്കില്ല, എങ്കിലും
ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ കിട്ടിയാൽ അതൊരു നന്മയാണ്. അപ്പം ഈ നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? നമുക്കൊക്കെ പ്രസിദ്ധമായൊരു ഹദീസിൽ എങ്ങനെ അറിയാം? നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്താണ്, അതെല്ലാവർക്കും കിട്ടും. കിട്ടാത്ത ആരും ഉണ്ടാവില്ല. കാരണം ദാഹിച്ച് വയങ്ങി നിൽക്കുന്ന ആൾക്ക് വെള്ളം കിട്ടി ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കിട്ടും. എന്നാൽ രണ്ടാമത്തത് ഏതാണ്? വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, റബ്ബിനെ കാണുമ്പോഴാണ്. അതെല്ലാവർക്കും ഉണ്ടാവില്ല. അള്ളാഹു അങ്ങനത്തെ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. 2 സന്തോഷങ്ങളിൽ ഒന്ന് എല്ലാവർക്കും ഉണ്ടാകും, 2 എല്ലാവർക്കും ഉണ്ടാകൂല. രണ്ടാമത്തത് റബ്ബിനെ കാണലാണ്. അതിനെന്താ വേണ്ടത്? സൂറത്ത് കഹ്ഫിൻ്റെ അവസാന ആയത്തിൻ്റെ അവസാന വാക്യങ്ങളുണ്ട്. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ. 2 നിബന്ധനകൾ പറഞ്ഞു റബ്ബിനെ കാണാൻ ആഗ്രഹമുള്ളവർക്ക്. 1 ശിർക്ക് ചെയ്യരുത്, 2 അമല് ചെയ്യണം. അമല് ചെയ്യുമ്പോൾ ശിർക്ക് ചെയ്യാതെ അമല് ചെയ്താൽ റബ്ബിനെ കാണാം. അതാണൊരു പ്രാർത്ഥനയിൽ കാണാം, വ അസ്അലുക ലദ്ദതൻ നളരി ഇലാ വജ്ഹിക വശൗഖ ഇലാ ലിഖായിക ഫി ഗൈരി ളറാഅ മുളിറതൻ വലാ ഫിത്നത്തിൻ മുളില്ല. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിൻ്റെ വജ്ഹ് കാണാൻ അള്ളാഹു ഇനി അവസരം നൽകണേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എല്ലായ്പ്പോഴും, പ്രത്യേകിച്ച് റമളാനിൽ. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുക എന്താ? റബ്ബേ സ്വർഗം തരണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. സ്വർഗത്തിയാ പോരാ, പിന്നെ സ്വർഗത്തിനപ്പുറത്ത് ആരെ കാണണം? റബ്ബിനെ കാണണം. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഹും ഫീ മാ യശാഊൻ വലദൈന മസീദ്. അള്ളാഹുവിനെ കാണുക എന്നത്. അതിനെന്തു വേണമെന്നാണ് പറഞ്ഞത്? നന്മകളിൽ കുറച്ച് ധൃതി കാണിക്കണം. നന്മകൾ ചെയ്യാൻ കിട്ടുന്ന അവസരം ആഫിയത്ത് ഉണ്ടാകുമ്പോഴും ആയുസ് ഉണ്ടാകുമ്പോഴുമാണ്. ആയുസ് ഉണ്ടായാൽ മാത്രം പറ്റണമെന്നില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്നൊരാൾ തടഞ്ഞു നിർത്തിയിട്ട് ബൈക്കുമേൽ പോണെന്നെ വിളിച്ച് നിർത്തിയിട്ട് ചോദിച്ചു, എൻ്റെ നോമ്പ് ഞാൻ എന്താ ചെയ്യാന്ന്. അയാളത് എൻ്റെതല്ല, അയാൾക്ക് ആയുസ്സുണ്ട്, പക്ഷേ നോമ്പ് ഒൽക്കാൻ പറ്റൂല. അയാളെ ചില അവയവങ്ങൾ അയാൾക്കില്ല, അതുകൊണ്ട് അയാൾക്ക് നോമ്പ് ഒൽക്കാൻ പറ്റൂല. അപ്പോൾ ആയുസ് ഉണ്ടായാലും പോരാ, ആഫിയത്തും കൂടി വേണം. അപ്പോൾ ആ ഉള്ള സമയത്ത് ഉള്ളതിൽ എന്ത് ചെയ്യണം? നന്മകളിലൊരു മത്സരം നടക്കണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമയെ പറ്റി പറഞ്ഞോടുത്ത് ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്, വമാ അഅജലക അൻ ഖൗമിക യാ മൂസാ ഖാല ഹും ഉലാഇ അലാ അസരി വഅജിൽതു ഇലൈക റബ്ബി ലിതർളാ. എന്തിനാ തിരക്ക് കൂട്ടേണ്ടി അറിയോ? മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹ് ചോദിച്ചു, മൂസ എവിടെ ആൾക്കാരൊക്കെ ഇവിടെ കാണാമല്ലോ, എന്തിപ്പോൾ നേരത്തെ പോകുന്നത്? അപ്പോൾ മൂസാ നബി പറഞ്ഞു, പഠിച്ചോ ഒരു ബാക്കിൽ വരുന്നുണ്ട്, ഞാൻ വേണ്ടിട്ട് മേം പോകുന്നതാണ്, ഞാൻ കുറച്ച് തിരക്കൊടിച്ച് പോകുന്നതാണ്. എന്താണ്? ലിതർളാ, നീ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി. ചില കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എന്താ നമ്മൾ പറയാം? നിങ്ങളോട് വരിട്ടോ, ഞാനവിടെ നടക്കാം, ഞാനവിടെ ഉണ്ടായാലും എന്തേ ഉള്ളൂ, ഞാൻ നേരത്തെ എത്തണ്ടേ, ഞാൻ എൻ്റെ കാര്യപ്പെട്ട ആളല്ലേ. ആ ഒരു കാര്യപ്പെട്ട നേരത്തെ പോക്കാണ്. എവിടേക്ക്? റബ്ബിലേക്ക്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, റബ്ബെ നീ എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ കുറച്ച് തിരക്ക് പിടിച്ച് പോന്നതാണ്. നന്മകളിലുള്ള ഒരു മുന്നേറൽ, കിട്ടിയ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തൽ. പ്രവാചകന്മാരുടെ അധ്യായമാണ് വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ സൂറത്തുൽ അംബിയ. അതിൽ ഒരുപാട് നബിമാരെ കഥ പറഞ്ഞിട്ട് അല്ലാഹു തആല നബിമാരെ പറ്റി ഇങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്, ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യാ വഅസ്ലഹ്നാ ലഹു സൗജാ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദ്ഊനനാ റഅബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. നബിമാർ പ്രതിസന്ധികളിൽ രക്ഷപ്പെട്ടതും ജീവിത പ്രതിസന്ധികൾക്ക് മുമ്പിൽ പകച്ചു നിൽക്കാതെ സധൈര്യം മുന്നോട്ട് പോയ കഥയൊക്കെ പറഞ്ഞിട്ട് ആ നബിമാരുടെ ക്വാളിറ്റി പറയാണ്, അവരെന്നോട് പ്രാർത്ഥിക്കുമായിരുന്നു, സ്വർഗത്തെക്കുറിച്ച് ആഗ്രഹിച്ചും നരകത്തെക്കുറിച്ച് പേടിച്ചും. അവരൊക്കെ അങ്ങേയറ്റം ഖുശൂ ഉള്ളവരായിരുന്നു. അവർ യുസാരിഊന ഫിൽ ഖൈറാത്ത്,
നന്മകളിൽ ധൃതിപ്പെടുമായിരുന്നു. കിട്ടിയ ചാൻസൊക്കെ എന്ത് ചെയ്യും? ഒരു മുതലാക്കും. കിട്ടിയ ചാൻസ് എന്ത് ചെയ്യൂല? അവന് നഷ്ടപ്പെടുത്തൂല. എന്നാൽ നിങ്ങളെ എന്നെ പറയല്ലേ, പൊതുവേ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥ എന്താ പറയുക നിങ്ങൾക്ക്? അവർ ദുനിയാവിൽ ഇങ്ങനെ പായും, കടന്നധ്വാനിച്ചും തിരക്ക് പിടിച്ച് അധ്വാനിക്കും. അല്ലാഹു തആല ദുനിയാവിനെ പറ്റി പറഞ്ഞു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല ഫംശു ഫീ മനാകിബിഹാ. ഭൂമി കൂടെ നിങ്ങൾ നടന്നാൽ മതി, പായൊന്നും വേണ്ട, നിങ്ങൾ നടന്നാൽ മതി, ബാക്കി കാര്യം ആരും നോക്കിക്കോളും? അള്ളാഹ് നോക്കിക്കോളും. പക്ഷെ നമ്മൾ ദുനിയാവ് കൂടെ എന്ത് ചെയ്യും? ഓടും. ഇബാദത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു തആല പ്രയോഗിച്ചത് സൂറത്ത് ജുമുഅയിലെ ആയത്തിൽ കാണാം, ഫസ്ഔ ഇലാ ദിക്രില്ലാ, ദിക്റുള്ളയിലേക്ക് നിങ്ങൾ കുറച്ചൊരു ധൃതി ഉണ്ടായിക്കോട്ടെ, ഒന്നുകൊണ്ട് സ്പീഡാക്കിക്കോളെ എന്ന് പറഞ്ഞു. എന്നാൽ അള്ളാഹുയിലേക്കുള്ള വിഷയത്തിലാണെങ്കിലോ വഫിറൂ ഇലല്ലാഹ്, അള്ളാഹുയിലേക്കാണെങ്കിൽ നിങ്ങൾ ഓടിക്കോളി, ധൃതിപ്പെട്ടോളി എന്ന് പറഞ്ഞു. നമ്മൾ നേരെ തിരിച്ചാ, സക്കാത്തല്ലേ അതിപ്പോൾ കൊടുക്കുക, പടച്ചോനല്ല ആ ആക്കം പോലെ. നിസ്കാരം ഇനിയിപ്പോൾ സമയമുണ്ടല്ലോ, 4 മണി വരെ സമയമല്ലേ, കുറച്ച് മെല്ലെ. ദുനിയാവാണ് എപ്പം പോയിട്ടില്ലെങ്കിൽ കിട്ടൂല. നമ്മൾ ഒന്നാമതെത്തണം, എല്ലായിടത്തും നമ്മൾക്ക് ഫസ്റ്റ് എത്തണം എന്നില്ല തിരക്കാണ് അല്ലേ ദുനിയാവിൻ്റെ കാര്യത്തിൽ. നമ്മൾ നേരെ തിരിച്ചേക്കാരം അല്ലാഹു തആല പറഞ്ഞതിന് വിരുദ്ധമായിട്ട്. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞു, ഒന്ന് മത്സരിച്ചോളി, ഒരു ഒരു മുസാബക്ക നടത്തിക്കോളി എന്നാണ്. നമുക്കറിയുന്ന ഒരു ആയത്തുണ്ട്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിനും റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും വസാരിഉ, അത് മണ്ടിക്കോളി, മത്സരിച്ചോളി. വേറൊരായത്തോയിക്കോട്ടെ അതേ ആശയത്തിൽ, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാഇ വൽ അർള് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലി ദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു ദുൽ ഫളലിൽ അലീം. അള്ളാഹുവിൻ്റെ ഫളലുണ്ട്, അള്ളാഹുവിനെയും റസൂലിനും അംഗീകരിച്ച് വിശ്വസിച്ച ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിനും റബ്ബിൽ നിന്നുള്ള മഗ്ഫിറത്തിനും സാബിഖു, നമ്മൾ മണ്ടിക്കോളി, ഓടിക്കോളി, മത്സരിച്ചോളി. എന്താ ഈ മുസാബക്ക എന്നൊക്കെ പറഞ്ഞ? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ ആയത്തുകൾ വിശദീകരിച്ചു പറഞ്ഞു, അൽ മുബാദറത്തു ഇല ത്വാഅത്തി മിൻ ഗൈരി നളിരിൻ ഇലാ ഗൈരിക. മുസാറ എന്ന് പറഞ്ഞാൽ വേറൊരാൾ ഉണ്ടോയെന്ന് നോക്കണില്ല, നന്മയിൽ മുന്നേറുക, വേറെ ആളുണ്ടോ നോക്കില്ല. മുസാബക്ക എന്ന് പറഞ്ഞാൽ അൻ തുബാദിറ വ തഹ്രിസ അല്ല യസ്ബിഖക ഗൈറുക ഇലൈഹ. വേറൊരാളുണ്ടോ അയാൾ എന്നെ തോൽപ്പിക്കരുത് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക? മുന്നേറുക. രണ്ട് വ്യത്യാസം മനസ്സിലായില്ലേ? ആകെ 100 മീറ്റർ ഓട്ടുണ്ട്, പേരെടുത്ത ഒരാളുള്ളൂ, അയാൾക്ക് ആക്കം പോലെ ഓടിയാലും അയാൾക്ക് ഫസ്റ്റ് കിട്ടും, വേറെ ആരും ഇല്ലല്ലോ. പക്ഷെ അയാൾ എന്താ ചെയ്യണത്? 100 മീറ്റർ അല്ലേ, പരമാവധി സ്പീഡിൽ ഞാൻ ഒറ്റയ്ക്ക് മണ്ടി ഒന്നാമത് തന്നെ എത്തും. അതാണ്, വേറെ എല്ലാവരും ഉണ്ടോ അല്ലേ നോക്കണില്ല, മണ്ടുക, ഓടുക നന്മകളിൽ. മുസാബക്ക എന്ന് പറഞ്ഞാൽ വേറൊരാളും ഇന്നെന്ത് ചെയ്യരുത്, തോൽപ്പിക്കരുത് എന്ന നിലക്ക് ബാക്കിയുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി മുന്നേറുക എന്നതാണ്. അതാർക്കേ പറ്റുള്ളൂ അറിയോ? അത് സ്വർഗത്തെ ആഗ്രഹിക്കുകയും നരകത്തെ പേടിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റണ കേസാണത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പറ്റി നമുക്ക് കാണാം, ഒരു യാത്രാ സംഘം മദീനത്ത് വന്നു. അപ്പോൾ ആ പെണ്ണിന്, യാത്രാ സംഘത്തിലെ സ്ത്രീക്ക് പ്രസവവേദന വന്നു. ആ വിവരമറിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു കുൽസൂം ബിൻത് അലി ബിൻ അബി ത്വാലിബിനെയുമായി ആ സ്ത്രീയുടെ പ്രസവം എടുക്കാൻ ചെന്നു. ഭാര്യ, ശരിക്കും ഭാര്യ എന്ന് പറയുമ്പോൾ രാജ്ഞിയാണ് അല്ലേ? ഇവിടെ രാജ്ഞിമാരെ കുറേ കഥകളൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ ഫയലുകളിലൊക്കെ. ഇവിടെ ഉമർ അല്ലാഹുവിൻ്റെ ഭാര്യയാണ്. അവർ പ്രസവം എടുക്കാൻ വേണ്ടി അകത്ത് ചെന്നു. ഉമർ ഇസ്ലാമിക ലോകത്തിൻ്റെ ഭരണാധികാരിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആ പെണ്ണ് തൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ അഖ്ബിരി റജുൽ അന്നല്ലാഹ ഖദ് അക്രമഹു ബിവലദിൻ വ ഇന്ന സൗജഹു ബിഖൈർ. അയാളോട് പറ, അമീറുൽ മുഅ്മിനീൻ, അയാളുടെ ഭാര്യ പ്രസവിച്ചു, അയാൾക്ക് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ഭാര്യയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറ എന്ന് കേട്ടപ്പോഴാണ് അയാൾക്ക് അത് അമീറുൽ മുഅ്മിനീനായിരുന്നു ഈ രാത്രി
തൻ്റെ ഭാര്യയുടെ പ്രസവമെടുക്കാൻ തൻ്റെ ഭാര്യയുമായി വന്നത് എന്നായിരുന്നു. എന്തായിരിക്കും അവർക്കങ്ങനെ പ്രേരിപ്പിച്ച ഘടകം? അവർക്ക് നരകത്തെ പേടിയായിരുന്നു, സ്വർഗത്തെ ആഗ്രഹമായിരുന്നു. ഒരു അഅറാബിയായ മനുഷ്യൻ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യാ ഉമറൽ ഖൈരി ജുസീതൽ ജന്ന ഉഖ്സൂബുനയ്യാതി വ ഉമ്മഹുന്ന. ഉമറേ, നിങ്ങൾ ഖൈറാണ്, നിങ്ങൾക്ക് സ്വർഗ്ഗം അല്ലാഹ് ഓഫറൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യക്കും എൻ്റെ കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് വേണം, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ അല്ലാഹു എന്നോട് എന്നിട്ട് അയാൾ പറഞ്ഞു, അള്ളാഹു ആണേ സത്യം, നിങ്ങൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്നേ പറ്റൂന്ന്. അപ്പം അദ്ദേഹം ചോദിച്ചു, ഫഇല്ല മഫ്അൽ യകൂനു മാദാ യാ അഅറാബി, ഞാൻ തരൂല, എന്താ നീ ചെയ്യാം? അപ്പം അയാൾ പറഞ്ഞു, ഉഖ്സിമു അന്നി സൗഫ അംലി, എന്നാൽ ഞാൻ പോകും, വേറെ എന്താ ചെയ്യാം, നിങ്ങൾ ഭരണാധികാരിയല്ലേ, ഞാൻ പോകും. നാളെ പരലോകത്തെത്തിയിട്ട് എൻ്റെയും നിങ്ങളുടെയും അവസ്ഥയെപ്പറ്റി അള്ളാഹു ചോദിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിനോട് കാര്യം പറയുന്നു പറഞ്ഞപ്പോൾ ഇട്ട ഡ്രസ്സ് ഊരിക്കൊടുത്തിട്ട് പറഞ്ഞു, വേറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് തന്നെന്ന് പറയണട്ടോ എന്നാണ്. അതെന്താ? അവർക്ക് ആ സ്വർഗത്തെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹമായിരുന്നു എന്നാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു പറയാം, കിട്ടുന്ന ചാൻസിനെ മുതലാക്കി, പിന്നക്കൊക്കെ വെച്ചില്ല, എന്നാൽ കുറച്ച് കഴിയട്ടെ, പിന്നെ ആകാം, നാളെ ആകാം, 10 മിനിറ്റ് കഴിയട്ടെ എന്നവരാരും എന്ത് ചെയ്തില്ല, വൈകിപ്പിച്ചില്ല എന്നുള്ളതാണ്. മഹാനായ അനസ് ബിൻ നളറിനെ പറ്റി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവം കാണാം. അദ്ദേഹം ബദറിൽ പോയിട്ടില്ല. പിന്നെ അദ്ദേഹം പറയാണ്, ഇബ്തു അൻ അവ്വലി ഖിതാലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒന്നാമത്തെ യുദ്ധമായ ബദറിന് ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ലഇൻ അശ്അദനി അല്ലാഹു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലയറയന്നല്ലാഹു മാ അജിദു, എനിക്കിനി ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ എന്താ കാട്ടണത് കാണിച്ചു തരാം. ഇനിയൊരു ചാൻസ് ഉണ്ടോ എന്നൊക്കെ അറിയുന്നില്ലല്ലോ, ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് കാണിക്കാം. അങ്ങനെ ഉഹദ് യുദ്ധമെത്തി. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം കൂടി വിശ്വാസികളുടെ കൂടെ അദ്ദേഹം പോയി. കുറച്ചാളുകളൊക്കെ കുറച്ച് പേടിച്ചു പോയി, വിശ്വാസികൾ കുറച്ച് പേടിച്ച് പിന്മാറിയ ഘട്ടമായിരുന്നു ഉഹദ്. ആ നേരത്ത് അനസ് ബിൻ നളർ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സനഅ അഹുലാഹി, സഹാബത്തി ചെയ്യുന്നതില്ലേ, പേടിച്ചോടുന്ന പിന്മാറിയുന്നില്ലേ, അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, ഈ ശത്രുക്കളുടെ അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ പോകുന്ന പോക്കിൽ സഅദ് ബിൻ മുആദിനെ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സഅദേ, എങ്ങോട്ടാ പോകുന്നത്? ഇന്നി അജിദു റീഹൽ ജന്നതി ദൂന ഉഹദിൻ, ഉഹദിൻ്റെ അപ്പുറത്തു ഞാൻ സ്വർഗത്തിൻ്റെ പരിമളം അനുഭവിക്കുന്നുണ്ട് എന്ന്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 80-ലധികം വെട്ടും കുത്തും കിട്ടീനാണ്. അദ്ദേഹത്തിൻ്റെ വിരൽ കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെതായിരുന്നു ആ ജനാസ എന്ന് തിരിച്ചറിഞ്ഞത്. അതെന്തുകൊണ്ടറിയും? അവർ അങ്ങനെയാണ് ആഗ്രഹിച്ചത്. അവർക്ക് സ്വർഗ്ഗമായിരുന്നു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ കിട്ടുകയാണെങ്കിൽ, ഇനിയൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അടുത്ത യുദ്ധത്തിന് പോകുന്നു പറഞ്ഞു. ഉഹദ് യുദ്ധത്തിന് അദ്ദേഹം പോയി. അദ്ദേഹത്തെ പറ്റിയാണോലോ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് അഹ്സാബിലെ 23-ാമത്തെ ആയത്ത് ഇറങ്ങിയത്. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീലാ. മിനൽ മുഅ്മിനീന റിജാലുൻ, മുഅ്മിനുകളിൽ ചില ആളുകളുണ്ട്, സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അവരല്ലാഹുവിന് കൊടുത്ത വാഗ്ദാനങ്ങളെ പൂർത്തീകരിച്ച ആളുകൾ. ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ, ആ വാഗ്ദാനം പൂർത്തീകരിച്ച് മരണമടഞ്ഞ ആളുകളുണ്ട്, ആ വാഗ്ദാനത്തെ കാത്തിരിക്കുന്ന ആളുകളുമുണ്ട്. അത് അനസ് ബിൻ നളറിനെ പറ്റിയാണ് എന്നാണ് ഒരു അഭിപ്രായം. അദ്ദേഹം എന്ത് ചെയ്തു, കിട്ടിയ ചാൻസ് മുതലാക്കി. അതേ ഉഹദ് യുദ്ധത്തിൽ ഹൻളല റളിയല്ലാഹു അൻഹു ലമ്മ ഖുതില ഹൻളലതു ബിനു അബി ആമിർ യൗമ ഉഹദിൻ, അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ മരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്ന സ്വൈബക്കും അസ്സലതുഹുൽ മലായിക, മലക്കുകൾ നിങ്ങളെ ചങ്ങാതി ഹൻളലയെ കുളിപ്പിക്കണ്ട. യുദ്ധത്തിൽ മരിച്ചോലെ എന്താ ചെയ്യണ്ട, കുളിപ്പിക്കണ്ട അല്ലേ, രക്തസാക്ഷിയെ കുളിപ്പിക്കണ്ട, ചങ്ങാതിനെ കുളിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഫസഅലു അഹ്ലഹു അൻ സബബിഹി, എന്താണ് അതിൻ്റെ കാരണം എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊന്ന് അന്വേഷിക്കുകയെന്ന്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഖറജ വഹുവ ജുൻബുൻ ലമ്മാ സമിഅ സ്വൈഹത്തൽ ഹറബി, യുദ്ധത്തിന് പോകണം, ഉഹദിന് പോകണം എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഒന്ന് കുളിക്കാനും കൂടി നിൽക്കാതെ ജനാപത്തുകാരനായിട്ടാണ് അദ്ദേഹം യുദ്ധക്കളത്തിലേക്ക് പോയത്. ആ യുദ്ധക്കളത്തിൽ വെച്ച് അദ്ദേഹം മരിച്ചപ്പോൾ മലായിക്കത്ത് അദ്ദേഹത്തിൻ്റെ
മയ്യത്തിനെ കുളിപ്പിച്ചു എന്ന് കാണാൻ പറ്റും. അവർ കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ടായിരുന്നു. അതിനെന്തായിരുന്നു അറിയോ? അവർക്ക് വേറൊന്നും തടസ്സമായിരുന്നില്ല. നേരത്തെ പറഞ്ഞ ഉഹദ് യുദ്ധത്തിൻ്റെ തലേ ദിവസം മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദില്ല, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറയാണ്, ദഅാനി അബി, ഉഹദ് യുദ്ധത്തിൻ്റെ തലേന്ന് എൻ്റെ ഉപ്പ എന്നെ വിളിച്ചു. ഉപ്പൻ്റെ പേര് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം എന്നാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫഖാല മാ ഉറാനി ഇല്ലാ മഖ്തൂലൻ ഫീ അവ്വലി മൻ യുഖ്തലു മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധത്തിൽ ആദ്യം മരിക്കണ ആൾക്കാരിൽ ഞാൻ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഉണ്ടാകും, ആ കൂട്ടത്തിൽ ഞാൻ അതിൽ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വഇന്നീ ലാ അത്റുകു ബഅദി അഅസ്സ അലയ്യ മിൻക, എനിക്ക് ഞാൻ ഈ ഉപേക്ഷിച്ചു പോകുന്നതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ജാബിർ ഇബ്നു അബ്ദുല്ലയാണ്. ഗൈറ നഫ്സി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരെയാണ് ഇഷ്ടം? മനുഷ്യൻ എന്നുള്ള നിലക്ക് എൻ്റെ മകനെയാണ്. അദ്ദേഹം അത് പറയുമ്പോൾ ജാബിർ ഇബ്നു അബ്ദില്ല എന്ന ആൺകുട്ടീൻ്റെ കൂടെ 9 പെൺകുട്ടികളും കൂടി ഉണ്ടാവും വീട്ടിൽ. 9 പെൺകുട്ടികളെയും ആൺകുട്ടീനെയൊക്കെ വിട്ടിട്ടാണ് ഞാനായിരിക്കുന്ന ആൾ ഉഹദിൽ ആദ്യം മരിക്കുന്ന ആൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം അത് പറഞ്ഞ് ബാപ്പ അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു, ഫഇന്ന അലയ്യ ദൈന ഫഖ്ലി, ഒരുപാട് കടണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഹറാമിന്, അത് നീ ഏറ്റെടുക്കണം, അത് നീ വീട്ടണം. ഉപ്പയ്ക്ക് അതേപോലെ തന്നെ പെൺമക്കളുണ്ട്, നിന്റെ സഹോദരിമാരോട് നീ നല്ല രൂപത്തിൽ നിൽക്കുകയൊക്കെ വേണമെന്ന് വസിയ്യത്ത് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മറ്റൊരു ഹദീസിൽ കാണാം, ആ ദിവസം ഉഹദ് യുദ്ധത്തിൽ പൊതിഞ്ഞ ഒരു മയ്യത്ത് കൊണ്ടുവന്നു. ആളുകളെ അദ്ദേഹത്തിന് അബ്ദുല്ലാഹി ഇബ്നു ഹറാമിന് ആളുകളെ ചെവിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ചില ഹദീസ് അദ്ദേഹം ചെവി മുറിച്ചെടുത്തു എന്നാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു, മകൻ ജാബിർ അബ്ദുള്ളനോട് നിങ്ങൾ കാണണ്ട, ഇപ്പം ഈ കോലത്തിൽ കണ്ട ശരിയാകൂല. ചില ആൾക്കാർ പറഞ്ഞു കാണണ്ട, ഇനി കാണണ്ട. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടേക്ക് വന്നിട്ട് പറഞ്ഞു കണ്ടോട്ടെ. ഫഅമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഫഅ, അത് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ഹറാമിനെ മകൻ ജാബിർ ഇബ്നു അബ്ദില്ല കണ്ടു. ഫസമിഅ സൗത സോഇഹത്തിൻ, ആ മയ്യത്തിൻ്റെ മുകളിൽ നിന്ന് ഷഹീദായ അബ്ദുല്ലാഹി ഇബ്നു ഹറാമിൻ്റെ മുഖത്ത് നിന്ന് തുണി മാറ്റിയപ്പോൾ ഒരു കരച്ചിൽ കേട്ടു. അതൊരു പെണ്ണിൻ്റേതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണതെന്ന്? ഇബ്നതു അംറിൻ ഉഖ്തു അംറിൻ, അബ്ദുല്ലാഹി ഇബ്നു ഹറാമിൻ്റെ മകളാകാം അല്ലെങ്കിൽ പെങ്ങളാകാമെന്നാണ്. ഫലിമ തബ്കി അവലാ തബ്കി, കരഞ്ഞോട്ടെ കരയാതിരുന്നോട്ടെ പ്രശ്നമല്ല. ഫമാ സാലത്തിൽ മലായികതു തുളില്ലുഹു ബിഅജ്നിതിഹാ ഹത്താ റുഫിഅ, മലക്കുകൾ അയാൾക്ക് തണലിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കരഞ്ഞാലും പ്രശ്നമല്ല, കരഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമല്ല എന്നാണ്. സ്വന്തം 9 പെൺമക്കളെയും ആൺകുട്ടിയെ ഏൽപ്പിച്ച് ഉഹദ് യുദ്ധത്തിൽ സ്വർഗത്തിന് വേണ്ടി പോകാൻ അവർ തീരുമാനിച്ചെന്തറിയോ? ജീവിതത്തിൽ വട്ടേ അവസരം കിട്ടുള്ളൂ, ആ കിട്ടുന്ന അവസരത്തെ മുതലാക്കണം, ഉപയോഗപ്പെടുത്തണം എന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ സഅദ് ബിൻ ഖൈസമ റളിയല്ലാഹു അൻഹു, ബദർ യുദ്ധത്തിൻ്റെ വിളി വന്നു. സഅദ് ബിൻ സഅദിനോട് ബാപ്പ പറഞ്ഞു, പോയോക്ക്. എന്താണ്? പോയോക്കുമ്പോൾ ബദറിലേക്ക് പോകണം എന്നാണ്. മകൻ പോകാൻ നേരത്ത് ബാപ്പ പറഞ്ഞു, ഞാനല്ലേ പ്രായമുള്ള ആള്, ഞാൻ പോകാം. അവർ തർക്കിച്ചു. അവർ തർക്കത്തിന് പരിഹാരമായി നറുക്ക് കിട്ടിയത് മകനാണ്. അവസാനം ബാപ്പ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഞാൻ എന്നെ പോകാം, നീ വീട്ടിൽ നിന്നോ എന്ന് പറയുമ്പോൾ സഅദ് പറയുന്ന മറുപടി, യാ അബത്തി വല്ലാഹി ലൗ കാന ഗൈറൽ ജന്നതി ലഅസറക ബിഹാ, സ്വർഗത്തിൻ്റെ കാര്യമല്ലെങ്കിൽ ഞങ്ങൾ അയക്കുമായിരുന്നു, വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ അനുവദിക്കുമായിരുന്നു എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് അവിടെ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു പ്രശ്നം അവർക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു. അവരെ വേറൊന്നും ആലോചിക്കൂല, അവർ ആ അവസരത്തിനായി മുന്നോട്ട് പോകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സംഘം ആൾക്കാർ വന്നു. ഹിജ്റ 4-ാമത്തെ കൊല്ലാണ്. ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരെ ഖുർആൻ പഠിപ്പിക്കാൻ വേണമല്ലോ എന്നാണല്ലോ ആവശ്യം. ഒരു 70 ആൾക്കാരെ പറഞ്ഞയച്ചു. ചതിയായിരുന്നു, അവരെ ചതിക്കാനായിരുന്നു. 70 ആളുകളെ നല്ലോണം ഖുർആൻ അറിയുന്ന നല്ല ടോപ്പ് കാരികളെ തന്നെയാണ് പറഞ്ഞയച്ചു കൊടുത്തത്. വഴിയിൽ വെച്ച് അവരെ ബിർ മഊന എന്ന സ്ഥലത്ത് വെച്ച് അവരെ ഉപദ്രവിച്ചു, കൊല്ലപ്പെടുത്തി. ആ നേരത്തെ ഹറാം ഇബ്നു മിൽഹാൻ എന്ന സഹാബി അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ബല്ലിഅ അന്നാ,
നബിയനാ അന്നാ ഖദ് ലഖീനാക ഫറളീനാ അൻ വറളീത അന്നാ. 70 ആളുകളും കൊല്ലപ്പെടുമ്പോൾ അവരുടെ പ്രാർത്ഥന അല്ലാഹുമ്മ ബല്ലിഅ അന്നാ നബിയനാ, ഞങ്ങളുടെ അല്ലാഹുവിൻ്റെ റസൂലിനെ ഞങ്ങളെക്കുറിച്ച് നീ വിവരം അറിയിക്കണം. എന്താ വിവരം? നബി പറഞ്ഞയച്ച് ഞങ്ങൾ കുടുങ്ങി. എന്തിനാപ്പോൾ പറഞ്ഞത്? ഇത് ചതിയൈനി. നബിനോടൊന്നും പറയേണ്ടിയതൊന്നുമല്ല. ഓല എന്താ പറയണ അറിയോ? എന്താ അറിയിക്കണ അറിയോ? അന്നാ ഖദ് ലഖീനാക്, ഞങ്ങളിതാ നിന്നെ കണ്ടുമുട്ടിയിരിക്കുന്നു. ഫറളീന അൻക, ഈ കണ്ടുമുട്ടലിൽ, ഈ ബിഇർ മഊനയിൽ ഞങ്ങൾ മരിക്കുന്നതിൽ ഞങ്ങൾ സംതൃപ്തരാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനെ അറിയിക്കണേ അല്ലാ. വേറെ മാർഗമൊന്നുമില്ല, വിളിച്ചു പറയാൻ ഫോണുമില്ല, വാട്സപ്പ് ഒന്നുമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഹറാമിനു മിൽഹാനിനെ ഒരാൾ പിന്നിൽ നിന്ന് കുന്തം കൊണ്ട് കുത്തി. ആ നേരത്ത് കുന്തത്തിൻ്റെ കുത്ത് കേട്ടപ്പോൾ എന്താ പറഞ്ഞോ? ഫുസ്തു റബ്ബൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം, ഞാനിതാ വിജയിച്ചിരിക്കുന്നു, ഞാനിതാ വിജയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അതേ സമയത്ത് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ചുള്ള വിവരം സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. ഇന്ന യഖ്വാനകും ഖദ് ഖുതിലൂ, നേരത്തെ ഇവിടുന്ന് പോയ 70 പേരില്ലേ, അവർ ബിഇർ മഊന എന്ന സ്ഥലത്ത് വെച്ചിതാ കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുമ്മ ബല്ലി അന്നാ നബിയനാ അന്നാ ഖദ് ലഖീനാക ഫറളീനാ അൻക. അല്ലാഹുവേ, ഞങ്ങൾ ഇന്നെ കണ്ടുമുട്ടി, ഞങ്ങളതിൽ തൃപ്തരാണെന്ന്. മരിക്കുന്നു കണ്ടപ്പോൾ അവർക്ക് എന്താ ആവശ്യം ഉണ്ടായിന്? റബ്ബിനെ കാണും. അതിലവർ സന്തോഷവാന്മാരായിരുന്നു, അവർക്ക് ആ അവസരം മതിയായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു. മറ്റൊരു സംഭവം ഇങ്ങനെ കാണാം. യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മതി 70000 ബിഗൈരി ഹിസാബ്, കണക്കിൽ വിചാരണല്ലാതെ 70,000 ആൾക്കാർ എൻ്റെ ഉമ്മത്തുനിന്ന് സ്വർഗത്ത് പോകുന്നു പറഞ്ഞു. അങ്ങോട്ട് അവരെ സിഫത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ, ഇങ്ങനെ അവരെ പ്രത്യേകത ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉഖാശ റളിയല്ലാഹു എണീറ്റ് എന്നിട്ട് ചോദിച്ചു, നബി ഉദ്ഉല്ലാഹ അൻ യജ്അലനി മിൻഹു, ഓല കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഓല കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കരുത്. 70,000 സ്വർഗത്തിൽ പോകുന്ന പറഞ്ഞു. ആ അൻതമിനു, നിങ്ങളുണ്ടാവും പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അടുത്ത ആൾക്ക് മനസ്സിലാവണത്, നബി എന്നാൽ ഞാൻ അത് പോയടാ, അത് ഉക്കാശ കൊണ്ടുപോയി എന്നാണ്. അപ്പോൾ എന്താണ്, കിട്ടണൊരു ചാൻസേ ഉണ്ടാവുള്ളൂ. ആ ചാൻസ് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു പറയും? അങ്ങനെ ഒരു ചാൻസ് കിട്ടുമെങ്കിൽ പിന്നെ എന്തില്ല, വേറൊന്നും അവരാലോചിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പള്ളിയിലേക്ക് ഒരു അതിഥി വന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി തൻ്റെ വീട്ടിലേക്കൊക്കെ ആൾക്കാരെ പറഞ്ഞയച്ചു. എന്തെങ്കിലും ഉണ്ടോക്കി, പള്ളിയിൽ വന്ന ആൾക്ക് കൊണ്ടുപോകണമല്ലോ, കൊടുക്കണമല്ലോ എന്നാണ്. അവരൊക്കെ മറുപടി പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്ഖി നബിയ്യാ മാ ഇൻദി ഇല്ലാ മാ ആം. നബിയെ, നമ്മളെ വീട്ടിലൊന്നുമില്ല, നമ്മളൊക്കെ പട്ടിനെ ഒന്നുമില്ല, ഒരാളെ കൊണ്ടുവരാൻ മാത്രമല്ല ഇതൊന്നും എന്തില്ല, നമ്മളെ വീട്ടിലില്ല. ആ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു, മയ്യുളയ്യിഫു ഹാദൽ ലൈല റഹിമഹുല്ലാഹ്, ഈ പള്ളിയിൽ വന്ന അതിഥിയെ ആര് കൊണ്ടുപോകും രാത്രി? റഹിമഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം അയാൾക്ക് ലഭിക്കും. അത് കേട്ടപ്പോൾ ഒരു സഹാബിയോട് നീച്ചു, നബി ഞാൻ കൊണ്ടുപോയിക്കൊള്ളാറുണ്ട്. നമ്മളാണെങ്കിൽ എന്താ പറയുക, നിൽക്കിട്ടോ ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ, ഞാൻ എന്താ പറയണോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എന്നൊക്കെയാണ് പറയാം. അയാൾക്കതൊന്നുമില്ല, സംവിധാനങ്ങളൊന്നുമില്ല. അയാൾ എന്ത് ചെയ്തു അറിയോ? ആ അൻസാരിയായ മനുഷ്യൻ ആ വന്ന ആളെ കയ്യും പിടിച്ചിങ്ങനെ വീട്ടിലേക്ക് ചെന്നു. നമ്മളെ വീട്ടിൽ ഇങ്ങനെ ചെല്ലുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നമ്മളെ പെണ്ണുങ്ങളെ വടിമല പാമ്പ ഇങ്ങനെ നിൽക്കൂലേ, ആരുടെ ചുടങ്ങൾ കൊണ്ട് ഒന്ന് വിളിച്ചോടാനെ മനുഷ്യങ്ങളെന്നൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കും. ആ മനുഷ്യൻ്റെ പെണ്ണുങ്ങൾ എന്ത് ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. എടീ ഒരാൾ വന്നിക്കണേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാൻ്റെ കാരുണ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് എന്നു, എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ ആ പെണ്ണിൻ്റെ മറുപടി എന്താ അറിയോ? അപ്പം ലാ ഇല്ലാ ഖൂതു സിബിയാനി, നമ്മുടെ കുട്ടിക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ. കൊണ്ടുപോയ അൻസ്വാരിയും ആ സഹാബ വനിതയും പട്ടിണിയാണ്, നമ്മുടെ ഭാര്യക്കും നമ്മുടെ മക്കൾക്ക് മാത്രമുള്ള ഭക്ഷണമാണ്, മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. നൊടിഞ്ഞോ പറഞ്ഞൊന്നുമില്ല പെണ്ണ്. എൻ്റെ പോലെ പ്ലാൻ എന്താ അറിയോ? ഇല്ലാതായിട്ട് ഉണ്ടാക്കിക്കളാ, കുട്ടീനോട് ഉറക്കി കിടത്തിക്കളാ, എന്നിട്ട് അയാൾക്കത് കൊടുക്കുക. ലൈറ്റ് നന്നാക്കണത് പോലെ അഭിനയിച്ചിട്ട് ലൈറ്റ് കേടെടുത്തിയിട്ട് ഇങ്ങനെ അതിഥിക്ക് തിന്നണത് പോലെ ഇങ്ങനെ കാട്ടി, കൈ ഇങ്ങനെ പാത്രത്തിൻ്റെ മുകളിൽ കൂടെ, ഇൻവെർട്ടറൊന്നും ഇല്ലാത്ത കാലമല്ലേ, ഇങ്ങനെ കാട്ടി ഇരുന്നു എന്നാണ്. അപ്പോൾ അയാൾ വിചാരിച്ച് തിന്നുണ്ടാകും ഇയാൾ എന്നാണ്. അവർ ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് ഫലമ്മ അസ്ബഹ, നേരം വെളുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പള്ളിയിലേക്ക് ആ മനുഷ്യനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ സഹാബി വന്നു. ലഖദ് അജിബല്ലാഹു മിൻ ഫിആലികുമാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് നിസ്കാരം കഴിഞ്ഞ് പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങൾ ഭാര്യയും ഭർത്താവും ആ അതിഥിയെ കൊണ്ട് കാണിച്ചതില്ലേ, അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഔ അജിബ മിൻ ഫിആലികുമാ, നിങ്ങളുടെ പ്രവൃത്തിയിൽ അള്ളാഹു അത്ഭുതപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചിരിച്ചിരിക്കുന്നു. എന്തേ കാരണം അറിയോ? എന്തേ പറഞ്ഞുള്ളൂ നബി? ആരെങ്കിലും കൊണ്ടുപോയിക്കോളി, അള്ളാൻ്റെ കാരുണ്യം കിട്ടുന്നേ പറഞ്ഞുള്ളൂ. പിന്നെ ഒന്നും ഉണ്ടോയെന്ന് ആലോചിച്ചില്ല. കുട്ടി പട്ടിണി കിടന്നാലും വേണ്ടില്ല, അള്ളാൻ്റെ കാരുണ്യം എന്ത് ചെയ്യണം? കിട്ടണം. അതായിരുന്നു അവരെ മനസ്സ്. ഒരിക്കലും അവരെന്ത് ചെയ്തില്ല അറിയോ? എവിടെയെങ്കിലും മിസ്സാക്കാന്ന് വിചാരിച്ചു. വേറെ സംഭവം നോക്കിക്കോളിട്ടോ. ഫുഖറാക്കൾ, സാധുക്കൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയണേ, നബിയെ സകല കൂലികളും കൊണ്ടുപോകുന്നത് പണക്കാരാണ്. എന്തേ എന്ന് ചോദിച്ചപ്പോൾ യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങളും അവരും നിസ്കരിക്കുന്നു. വയസൂമൂന കമാ നസൂം, ഞങ്ങളും അവരും നോമ്പ് നോൽക്കുന്നുണ്ട്. വയതസദ്ദഖൂൻ വലാ നതസദ്ദഖ്, അവർ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് കൊടുക്കാറില്ല. സഹാബത്തിലെ പാവങ്ങളെ പരാതി എന്താണ്? കൂലിയൊക്കെ പൈസക്കാർ കൊണ്ടുപോവുകയാണല്ലോ എന്ന്. അവരടിമകളെ മോചിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. നബി ഇസ്ലാം പറഞ്ഞു, നിങ്ങളത് പ്രശ്നമാക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്തളി, ഞങ്ങൾക്ക് അതിനേക്കാൾ നല്ല ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറൊക്കെ ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞു. 33 വട്ടം. അപ്പോൾ എന്ത് ചെയ്തു പറയാം, പൈസക്കാരിങ്ങനെ പോയി, പാവങ്ങൾക്ക് മാത്രം അതുപോലെ ഇങ്ങനെ നിസ്കാരം ഇങ്ങനെ സുബ്ഹാനല്ലാഹി എന്തെങ്കിലും ചെല്ലേണ്ടപ്പോൾ പൈസക്കാർക്ക് തന്നെ ഡൗട്ട്, അല്ല എന്താ ഇത് കഥ, നിസ്കാരം ഇങ്ങനെ പോലെ നീച്ചു പോകണില്ലല്ലോ, എന്താ പോലെ പോകാതെ അങ്ങനെ കുത്തിരിക്കണം. അപ്പോൾ ചോദിച്ചാൽ എന്താ നിങ്ങൾ പോകത്തെ? അപ്പോൾ കാര്യം പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ. അപ്പോൾ എന്ത് ചെയ്തോ, പൈസക്കാരുടെ കുത്തിർന്ന് ചെല്ലാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് പിന്നെയും സങ്കടമായി. അപ്പോൾ ഇവരെ എന്ത് പറഞ്ഞു, നബിയെ നോക്കിയാണ് നിങ്ങൾ, ഇവർ പിന്നെ എന്ത് ചെയ്തു, സമിഅ ഇഖ്വാനുനാ അഹ്ലുൽ അംവാലി ബിമാ ഫഅൽനാ ഫഫഅലൂ മിസ്ലഹു, ഞങ്ങൾ ചെയ്തതുപോലെ സമ്പന്നരായ ആളുകളും ചെയ്തല്ലോ നബിയെ, വീണ്ടും കൂലി അവർക്കല്ലേ കിട്ടുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചു പറഞ്ഞു, ദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മൻ യശാ, അള്ളാഹുവിൻ്റെ ഫളിലാണത്, അവൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. നിങ്ങൾ പ്രശ്നമാക്കണ്ട, നിങ്ങൾക്കില്ല കൂലി അള്ളാഹ് എന്ത് ചെയ്യും, തരുന്നു വേണം. അതൊക്കെ നിങ്ങൾ കൂലി ആരെങ്കിലും കൊണ്ടുപോകുമോ, നമ്മളെ അവസരം പോകുമോയെന്നാണ് എന്ത് ചെയ്ത് വിചാരിച്ച്. നമ്മൾ ദുനിയാവിൻ്റെ വെച്ചതിലെ തിരക്ക് എത്രയാലേ. ചില കല്യാണ പേരയിലൊക്കെ ചെന്നാൽ കാണാം ആൾക്കാർ നീച്ചണീൻ്റെ മുമ്പ് നിൽക്കുക, എന്താ പറയുക, നീച്ചായിരിക്കാൻ ഇവിടെ വിചാരിച്ചിട്ട് തിരക്ക് കൂട്ടിയിട്ട് അവൻ നീച്ചിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ കഴിഞ്ഞൊഞ്ഞ് ഇടുണ്ടോ അങ്ങനെ നോക്കി കേൾക്കാരോ. നീച്ചിട്ടിയാൽ നമ്മൾക്ക് തിരക്കാണ്, മത്സരമാണ് എവിടെ, ദുനിയാവിൻ്റെ കാര്യത്തിന്. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും സാധനത്തിന് വല്ല വിലക്കുറവുണ്ടോ, 10 റുപ്യ, അവിടെ അത്രേ കണ്ട, ഇവിടെ അതിമക്കാണ് നമ്മൾ എന്ത് ചെയ്യുക നോക്കുക. ദുനിയാവിൽ നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. എന്നാൽ പരലോകത്തിൻ്റെ വിഷയം നമുക്കൊരു ബേക്കൊക്കെ ഒരു ചവിട്ടിപ്പിടുത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി ഉണ്ടാക്കുകയാണ്. അമ്മാർ ബിൻ യാസിർ 2 കല്ലേറ്റുണ്ട്. പിന്നെ നബി അങ്ങനെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, അമ്മാറെ എല്ലാവരും ഒന്നല്ല ഇപ്പോൾ എടുക്കണുള്ളൂ, നിങ്ങളിപ്പോൾ എന്താ ഇപ്പോൾ 2 എണ്ണം, നബിയെ സ്വർഗം കിട്ടണ്ടേ, കൂലി വേണ്ടേ എന്നാണ്. പിന്നെ ആ നേരത്തെ നബി എന്ന് പറഞ്ഞല്ലോ, അമ്മാർ ഈ ഒരു അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന, ഫിത്തനയുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഹദീസൊക്കെ പറഞ്ഞത്. അപ്പോൾ കൂലി ഇട്ടാൻ വേണ്ടി 1 കല്ലല്ല 2 കല്ല് കൊണ്ടുപോയാലും വേണ്ടില്ല എന്നതാണ് അവരൊക്കെ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ്. അപ്പം അതിനവർക്ക് വേറെ തടസ്സമല്ല ഇനി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് കിട്ടുന്ന ചാൻസ് എന്താ ചെയ്യണം അറിയോ, നമ്മൾ പരമാവധി മുതലാക്കണം. ചാൻസ് എത്ര കാലം കിട്ടുന്നൊന്നും അറിയില്ല. അതിൽ എവിടെയാണ് നമ്മളെ മത്സരം, 2-3 കാര്യം കൂടി ഞാൻ ചേർത്ത് വെക്കാം. അതിലൊന്ന്, നമുക്ക് മത്സരം ഉണ്ടാവേണ്ടത്, നമ്മൾ ഒന്ന് ധൃതിപ്പെടേണ്ട കാര്യം ഒന്ന് ജമാഅത്തിൻ്റെ കാര്യമാണ്. മഹാനായ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പറ്റി 180 കൊല്ലം ജീവിച്ചെന്നുണ്ട്, 120 കൊല്ലം ജീവിച്ചെന്നുണ്ട്. നമുക്ക് കുറഞ്ഞെടുക്കാം, മുസ്ലിം ആയതിനു ശേഷമാണെന്നും അല്ലാത്തൊക്കെ അഭിപ്രായമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, മാ ഉഖീമത്തി സ്വലാത്തു മുൻദു അസ്ലംതു ഇല്ലാ വഅന അലാ വുളൂഹിൻ, ഞാൻ ഒളുടുത്ത് വന്നിട്ടല്ലാതെ ഒറ്റ ദിവസം എന്തിട്ടാ പിന്നെ ഇക്കാമത്ത് കൊടുത്തിട്ടില്ല. ഒളുടുത്ത് വന്നിട്ട് പറഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് എത്തിയിനി, നല്ല ഇക്കാമത്ത് ഞാൻ ഒളുടുത്ത് വന്നാലേ കൊടുക്കുള്ളൂ എന്നല്ല അതിനർത്ഥം. ഞാൻ അതിനു മുമ്പ് എന്ത് ചെയ്യും, ഇക്കാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒളുടുത്ത് ഞാൻ എത്താറുണ്ടായിരുന്നു എന്നതാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം അറിയോ, അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മളെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ തടസ്സമാണ്. ചില ആൾക്കാരെ പറ്റി അല്ലാഹു തആല സൂറത്ത് നൂറിൽ പറയുന്നുണ്ട്, റിജാലുൻ, ചില മനുഷ്യന്മാരുണ്ട്, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ,
ദിക്റുള്ളയിൽ നിന്ന് കച്ചവടങ്ങളോ ക്രയവിക്രയങ്ങളോ അവരെ തടസ്സപ്പെടുത്തുകയില്ല. വഇഖാമിസ്സലാ നിസ്കാരം നിലനിർത്തുന്നതിനും വഈതാഇസ് സകാത്ത് നൽകുന്നതിനും യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. എന്താ പറയുക, കച്ചവടവും കാര്യങ്ങളും ദുനിയാവൊന്നുമല്ല തടസ്സപ്പെടുത്താത്തത്, ഹൃദയങ്ങളും കണ്ണൊക്കെ ഇങ്ങനെ തള്ളിപ്പോണൊരു ദിവസം വരാണ്ട്. ആ ദിനത്തെ പേടിച്ചിട്ടാണ് ഓല എന്ത് ചെയ്യണറിയോ, നിസ്കാരത്തിന് സമയത്തെത്തണത്, സക്കാത്ത് പോലെ കണക്കൂട്ടി സമയത്ത് കൊടുക്കണത്, ദിക്റുള്ളവർ മുടങ്ങാതെ എടുക്കണതൊക്കെ എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് എന്നാണ്. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അവർക്ക് എന്താ അല്ലാഹ് കൊടുക്കറിയോ? ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലൂ വയസീദഹും മിൻ ഫളിഹി. അവർ ചെയ്തതിൻ്റെ പ്രതിഫലമായി അള്ളാഹു അവർക്ക് സ്വർഗം നൽകും, അധികരിപ്പിച്ചും അവൻ നൽകും. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹ് വിചാരിക്കുന്നവർക്ക് അള്ളാഹു കണക്കില്ലാതെ ഉപജീവനം കൊടുക്കും. നിസ്കാരം എന്ത് ചെയ്യില്ല, ഉപജീവനത്തിന് തടസ്സാവൂല. അതുകൊണ്ടാണ് സഈദ് ഇബ്നു മുസയ്യിബ് പറഞ്ഞു, മാ ഫാതതനി അസ്സലാ ഫീ ജമാഅത്തിൻ 40 സന. കഴിഞ്ഞ 40 കൊല്ലമായിട്ട് എനിക്ക് ജമാഅത്ത് എന്ത് ചെയ്തിട്ടില്ല, മിസ്സായിട്ടില്ല. ഞാനടക്കം നമ്മളൊക്കെ നല്ലോണം ആലോചിക്കേണ്ട വാക്കുകളാണത്. മുൻഗാമികൾപ്പെട്ട ഒരാളെ പറ്റി റിപ്പോർട്ട് ചെയ്ത് കാണാൻ പറ്റും. ഞാൻ ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ എത്താതിരുന്നിട്ടില്ല. ഒരു റക്അത്ത് എനിക്ക് മിസ്സായത് അന്നെൻ്റെ വീട്ടിൽ മരണം നടന്നതുകൊണ്ടാണ് എന്നാണ്. കല്യാണത്തിനും സൽക്കാരത്തിനും ഒന്നും ചെയ്തിട്ടില്ല, മിസ്സായിട്ടില്ല എന്ന്. അതുകൊണ്ട് നമ്മൾ മത്സരിക്കേണ്ട ഒരു വിഷയം ജമാഅത്താണ്. നോക്കി നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മൻ സറഹു അയ്യൽഖല്ലാഹ ഉദൻ മുസ്ലിമാ. ആരെങ്കിലും നാളെ റബ്ബിനെ മുസ്ലിമായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുഹാഫിദ് അലാ ആഹുലാഹി സ്വലവാത്ത് ഹൈസു യുനാദാ ബിഹിന്ന. എവിടെ നിന്നാണോ നിസ്കാരത്തിന് വിളിച്ചത് അവിടെ പോയി നിർവഹിക്കണം. കാരണം ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുനനൽ ഹുദാ. നിങ്ങളുടെ പ്രവാചകൻ അല്ലാഹു ശറആക്കപ്പെട്ട കാര്യമാണത്. ഏത്? എവിടുന്നാ ബാങ്ക് കേൾക്കണേ? അവിടെ പോയി നിസ്കരിക്കണം. ഇനി വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ എന്താ പ്രശ്നം? നമ്മൾ ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കാം, എനിക്ക് പ്രശ്നമല്ലേ. വലൗ അന്നകും സല്ലൈതും ഫീ ബുയൂതികും കമാ യുസല്ലി ആദൽ മുതഖല്ലിഫു ഫീ ബൈതിഹി ലതറക്തും സുന്നത നബിയിക്കും. വീട്ടിൽ നിന്ന് നിസ്കരിക്കണ വെച്ചാൽ ആരെ സുന്നത്ത് ഒഴിവാക്കണേ? നബിൻ്റെ സുന്നത്ത് ഒഴിവാക്കാണ്. നബിൻ്റെ സുന്നത്ത് ഒഴിവാക്കി എന്താ സംഭവിക്കുക? വലൗ തറക്തും സുന്നത നബിയിക്കും ലളലൽതും. സുന്നത്ത് ഒഴിവാക്കി ഞങ്ങൾ ലലാലത്തിലാകും. ഏതാ സുന്നത്തിന് വിരുദ്ധം? വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. എന്നിട്ട് ഇങ്ങനെ നിസ്കാരത്തിൻ്റെ പ്രതിഫലമൊക്കെ പറഞ്ഞിട്ടവർ പറയണേ, വൈകി വരുന്നവർക്ക് പോലും എന്തൊക്കെ നിഫാക്കിൻ്റെ അടയാളം ഉണ്ടോയെന്ന് ഞങ്ങൾ പേടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിട്ടുള്ള സഹാബത്തിൻ്റെ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. മഹാനായ ആമിർ ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു സുബൈർ, അദ്ദേഹം വലിയ കിബാറു താബിഈങ്ങളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം മരണത്തിൻ്റെ അവസ്ഥയിലുള്ള രോഗത്തിലാണ്, അവസാന സമയത്താണ്. ആ നേരത്ത് മഅരിബിൻ്റെ ബാങ്ക് കേട്ടു. അദ്ദേഹം കൂടുതൽ ആളുകളോട് പറഞ്ഞു, ഹ്മലൂനി ഇലൽ മസ്ജിദ്, എന്നെ ഒന്ന് പള്ളിക്ക് കൊണ്ടുപോകുമോന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോകണ്ട, നിങ്ങൾ പറ്റ പിടുത്തം വിട്ടുകണേ, നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ നേരത്തെ ചോദിച്ചു, അസ്മഉ ദാഇ അല്ലാഹി ഫലാ ഉജീബു, അള്ളാൻ്റെ വിളി കേൾക്കുക, എന്നിട്ട് ഞാൻ ഉത്തരം പറയാം, ഇവിടെ കിടക്കേ എന്ന് പറഞ്ഞു. അവരദ്ദേഹത്തെ കൊണ്ടുപോയി. ഫഅദ്ഖലൂഹു ഫി സ്വഫി മഅൽ ഇമാം, സ്വഫിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ നിർത്തി. ഫറകഅ റകഅതൻ വമാത വഹുവ യുസല്ലി, അദ്ദേഹം നിസ്കാരത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അവസാനത്തെ സമയത്തും ജമാഅത്തിന് ശ്രദ്ധ കൊടുത്തിരുന്നു എന്നാണ്. അതൊരു സുഹൃത്തുക്കളെ, ജമാഅത്ത് കിട്ടുന്ന അവസരങ്ങളൊക്കെ എന്ത് ചെയ്യരുത്, ഒരിക്കലും മിസ്സാക്കരുത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ, നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കുന്ന വിഷയത്തിൽ, പ്രത്യേകിച്ച് റമദാനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ച് വീശണ കാറ്റായിരുന്നൊക്കെ നമ്മൾ കേട്ടതും അറിഞ്ഞതൊക്കെയാണ്. പക്ഷെ അവിടെ നമുക്ക് എന്ത് ചെയ്തു, പിന്നൊരു മനസ്സ്. സഹാബത്ത് പറയാണ്, സല്ലൈതു വറാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി അസ്ർ, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിൽ അസ്ർ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടിൽ നബി ഒറ്റ പോക്ക്. എന്താ ഈ പോണ്, ഈ ചാതി പോക്ക് കൊടുക്കുക, അപ്പം നബി പോകണമെന്ന് ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കി. അങ്ങനെ ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കിൽ എന്താണ് ഇപ്പം ഇങ്ങനെ വിചാരിച്ച് അന്വേഷിച്ച് നോക്കുമ്പോൾ പറഞ്ഞു, ദക്കർതു ശൈഅൻ മിൻ തിബിരിൻ ഇൻദനാ ഫകരിഉതു യഹ്ബിസനി
എൻ്റെ വീട്ടിൽ കുറച്ച് സ്വതക്ക് കൊടുക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു, അതവിടെ വെച്ചിട്ട് സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, നിസ്കാരം കഴിഞ്ഞ് വേഗം ഞാൻ പോയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാണ്. ആരപ്പ നബി? ആയിഷ വിവരണ ഞങ്ങളെ വീട്ടിൽ ഹിലാലുകൾ കാണാറുണ്ടായിരുന്നു, അടുപ്പിൽ തീ പുകയാത്ത. അത് കേട്ടവിടെ വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു അത്ഭുതം ഉണ്ടായതുകൊണ്ടായിരിക്കും. നിങ്ങൾ ഹിലാലുകൾ 1-2 അല്ല 2-3 ഹിലാലുകൾ കാണാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വെച്ച് പറഞ്ഞു, അസ്വദാനുകൾ കൊണ്ടാണ്, കാരയ്ക്കും വെള്ളം കൊണ്ടാണ് ജീവിച്ച്, തീയിലടുപ്പ് പൊയഞ്ഞിട്ടില്ലായിരുന്നു, അത്രയും പട്ടിണി നടന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, അജ്വദന്നാസായിരുന്നു എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് മഹാനായ അബൂദ്ദഹ്ദ അദ്ദേഹം പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങി, മൻ ദല്ലദീ യുക്രിലുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാ. ആരാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും നല്ല കടം കൊടുക്കുന്നത്, ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാ, അവനത് ഇരട്ടിയായി റബ്ബ് തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, വ ഇന്നല്ലാഹ ലയുരീദു മിന്നൽ ഖർള്, അള്ളാഹുവിന് ഞങ്ങൾ കടം കൊടുത്തിട്ട് വേണമോ റസൂലേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിന് അതിൻ്റെ ഉദ്ദേശം പറഞ്ഞു കൊടുത്തപ്പോൾ അബൂദ്ദഹ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾ നീട്ടാൻ പറഞ്ഞിട്ട് പറഞ്ഞു, നബിയേ ഇത് ഇദാ ഇന്നി ഖദ് അക്റൽതു റബ്ബി അസ്സ വജൽ ഹാഹിതി, ഈ തോട്ടം ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഇതാ സ്വതക്ക കൊടുത്തിരിക്കുന്നു, കടം കൊടുത്തിരിക്കുന്നു. 600 ഈത്തപ്പനുണ്ടായിരുന്നു എന്നാണ്, 1-2 അല്ല. എന്നിട്ട് അതിൻ്റെ ഇടയിലൊരു വീടും ഉണ്ടായിരുന്നു. അദ്ദേഹം ഭാര്യയോട് പറയുന്നുണ്ട് എന്നാണ്, ഉമ്മദഹ്ദാഇൻ ഫീഹി വഅയാലുഹ, കുട്ടികളും ഉമ്മുദഹ്ദാഹൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് വയ്യ ഉമ്മദഹ്ദാ ലബ്ബൈക്, അവൾ വിളി കേട്ടു, ഉഖ്രിജി മിനൽ, പോര്, അത് കൊടുത്തുകണ്, നമ്മളെ തോട്ടം ഇതൊക്കെ വീടൊക്കെ കൊടുത്തുകണ്. ആർക്കാ കൊടുത്തത്? കടം കൊടുത്തുകണ്, അള്ളാഹുവിനും റസൂലിനൊക്കെ കൊടുത്തുകണ് എന്നാണ് ഇവർ പറഞ്ഞത്. ഇവരുടെ മുന്നേറായിരുന്നു. മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറയാ, യാ റസൂലല്ലാഹ്, റസൂലേ, യഖൂലുല്ലാഹു തബാറക വ തആല ഫീ കിതാബിഹി, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കി അല്ലാഹ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ആലോചിച്ച് നോക്കിട്ടോ, ഈ ആയത്ത് നമ്മൾക്കാണെങ്കിൽ നമ്മൾ കേട്ടാൽ നമ്മൾ എന്താ വിചാരിക്കുക? ഞാനാണെങ്കിൽ എന്താ ചെയ്യുന്നത്? മുണ്ടാക്കും, പറയുമ്പോൾ നോക്കാമെന്നാണ് വിചാരിച്ച. അബൂ തുൽഹ നേരെ തിരിച്ചാ ചെയ്ത്. ആ ആയത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, നബിയേ ഇങ്ങനെ അല്ലാഹ് പറഞ്ഞു, എന്താ? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നത് വരെ നിങ്ങൾ പുണ്യം ചെയ്തവരാവുകയില്ല. ഇങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിക്കണോ നബിയെ? ആ ഉണ്ട് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം ബൈറൂഹാണ്, അത് ഞാൻ എന്ത് ചെയ്യാണ്? കൊടുക്കുകയാണ്. നമ്മളെങ്ങനെയെങ്കിലും 2 ദിവസം കൂടി ഇവിടെ കിട്ടുമോ നബി വന്ന് പറയുമ്പോൾ നോക്കാം, ചോദിച്ചുമ്പോൾ നോക്കാം, എന്നോട് പറയട്ടെ, അപ്പോഴല്ലേ. അങ്ങനെ ഒരു നോട്ടീസ് ഉണ്ടീനോ, പുറത്തൊരു റേപ്പ് ഉണ്ടീനൊക്കെ ഞാൻ അങ്ങോട്ട് ഇന്നോട് വേണമെങ്കിൽ ഒന്ന് ചോദിക്കട്ടെ എന്നല്ലേ. അദ്ദേഹം നേരെ തിരിച്ചാണ് അദ്ദേഹം സ്റ്റാൻഡ് എടുത്തത്, അങ്ങോട്ട് ചെന്നിട്ടാണ് ചോദിച്ചത് എന്നാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു നന്മ എന്ത് ചെയ്യണ്ട, നിസാരമായി കാണണ്ട. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു പറയാ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞു, യാ ബിലാലു, ബിലാലേ, ബിലാൽ, ഞാനിതാ കേട്ടിരിക്കുന്നു, ഫഇന്നി ഖദ് സമിഅതു ലൈല ഖശ്ഫന അലൈക ബൈന യദൈ ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളെ കാലൊച്ച കേട്ടല്ലോ ബിലാലേ. എന്തപ്പോൾ? ബിലാൽ അല്ലാഹു പറഞ്ഞു, നബിയെ ഞാൻ എപ്പോൾ ഒതു കൊടുത്താലും 2 റക്അത്ത് നിസ്കരിക്കും, എപ്പോൾ ഒതു പോയാലും 2 റക്അത്ത് നിസ്കരിക്കുന്നതാണ്. ഒരു ചെറുതാണെന്ന് വിചാരിച്ചത് തന്നെ മിസ്സാക്കണ്ട, അതിൻ്റെ പ്രതിഫലം വലിയതായിരിക്കും, നമ്മൾ നിസ്സാരമായി കാണണ്ട. അതുകൊണ്ടാണ് മഹദിയായ ജുവൈരിയ ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ രാവിലെ പോയി, സുബഹിസ്കാരം കഴിഞ്ഞാൽ പോയി, തിരിച്ച് ളുഹാ സമയത്ത് വന്നപ്പോഴും അവരിങ്ങനെ പള്ളിയിലിരിക്കുകയാണ്, അവരിങ്ങനെ ദിക്റല്ലിയും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇത്ര നേരമായില്ലേ എന്നർത്ഥത്തിലാണ് ചോദിക്കണത്. എന്നിട്ട് പറഞ്ഞു, 4 കാര്യം നീ പറഞ്ഞാൽ മതിയായിരുന്നു, ഈ നേരം ഇരുന്നതിനേക്കാളൊക്കെ നിനക്കത് പ്രതിഫലമലക്കത്. കുൽ ബഅദകി 4 കലിമാത്തിൻ 3 മറ, 3 പ്രാവശ്യം ഇത് പറഞ്ഞിരുന്നെങ്കിൽ ലൗസിനത് ബിമാ ഖുൽതിൽ യൗം ലവസൻതുന, ഇതുവരെ നീ പറഞ്ഞതിനേക്കാളൊക്കെ തുലാസിൽ കനം തൂങ്ങുമായിരുന്നു. നമുക്കറിയണേ രാവിലെ ചെല്ലുന്ന പ്രാർത്ഥനയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി
അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസീനത അർശിഹി വമിദാദ കലിമാതിഹി. ചെറുതാണ് അല്ലേ, ഒരു മിനിറ്റും കൂടി വേണ്ട. അതിൽ 3 വട്ടം പറഞ്ഞുകണമെങ്കിൽ ജുവൈർ എത്രയും നേരം ഇരുന്ന് ചെല്ലീനേക്കാളൊക്കെ എന്ത് ചെയ്യും, കനുണ്ടാവുക ഇനി. അപ്പോൾ നോക്കി, നിങ്ങൾ ചെറുതാണെന്ന് വിചാരിച്ച് എന്താ ചെയ്യണ്ട, നഷ്ടപ്പെടുത്തണ്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നല്ലോണം പണിയെടുക്കുന്ന റമദാൻ 1 പൂർത്തിയാകുമെന്ന് നമുക്കൊന്നും ഉറപ്പൊന്നുമില്ല. റമദാൻ 1 കുറേ ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഇനിയും ആകാം. അങ്ങനെയൊക്കെ ആണെങ്കിലും നാളെ ചെന്നിട്ട് പറയാൻ പറ്റണം. കുറച്ചൊക്കെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ യാത്ര പോവാണ്. കൂടെ ആൾക്കാരുണ്ട്, മരുഭൂമിയിലാണ്. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഒരാളിങ്ങനെ ആടുകളെ തുളിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇബ്നു ഉമർ അയാളോട് പറഞ്ഞു, വരി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു, നോമ്പാണ് എനിക്ക്. ഇബ്നു ഉമർ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ചൂടില്ല നേരത്തെ ഇപ്പോൾ നിങ്ങൾക്ക് നോമ്പാ? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനേ ഒരു ആയത്തിൻ്റെ പരിധിയിൽ പെടാനാണ് എന്നാ. ഏതായതരോ, കുലു വഷ്റബു ഹനീ അംബിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. കുലു വഷ്റബു ഹനീ അംബിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. നാളെ പരലോകത്ത് നിന്നാ പറയും, മുമ്പ് നിങ്ങൾ ചെയ്തുകൊണ്ട് വാണ്ടി എത്ര തിന്നോളി കുടിച്ചോളി എന്ന് പറയില്ലേ, ഈ ആയത്തിൽ പെടാനാണ് ഞാനിപ്പോൾ ഈ ജാതി ചൂടത്ത് നോമ്പ് പറ്റുന്നത്. കുറച്ചൊക്കെ ചൂടുണ്ടാവും. ഇപ്പോൾ പള്ളിയിൽ എ സിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ഇവിടെ നിന്നിട്ട് ഇറങ്ങി വെക്കണ്ടേ, ചൂടും പോകെ എടുത്തിട്ട് വയ്ക്കൂല. അപ്പം ആ ഒരു നേരത്ത് അവൻ്റെ ചൂടെന്നൊക്കെ പറയണില്ലാറൊക്കെ നല്ലത് എന്താ പറയുക, നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയൊരു ചൂട് ഉണ്ട് എന്ന് എന്ത് ചെയ്യണം, തോന്നണം. ഇന്നില്ലാറെ ചൂടേക്കാരം നാളത്തെ ഇല്ലാറേക്കാൻ ചൂട് കൂടുകയാണ് ചെയ്യുക. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം. അങ്ങനെ ചിന്ത ഉണ്ടാവുമ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം വൈകുന്നേരം വരെ കുടിച്ചാതെയും ഒക്കെ നിന്നാലേ, തിന്നാതെയും കുടിച്ചാതെയൊക്കെ നിന്നാലേ, കുറച്ചൊരു നന്മകളിൽ കുറച്ചൊരു കണിശത കാണിച്ചാലേ എന്താ കിട്ടുക അറിയോ? ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻളുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിൻ നളറത്തൻ നഈം യുസ്ഖൗന മിർ റഹീഖിൽ മഖ്തൂം. അവർക്ക് റഹീഖുൽ മഖ്തൂമിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. ഖിതാമുഹു മിസ് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ വമിസാജുഹു മിൻ തസ്നീം ഐനൻ യശ്റബു ബിഹൽ മുഖറബൂൻ. മുഖറബീങ്ങളായ ആൾക്കാർ. എന്താ മുഖറബ് പറഞ്ഞാൽ? പടച്ചവനോട് ഏറ്റവും അടുത്ത ആൾക്കാർ. സ്വർഗത്ത് പോണവരൊക്കെ എല്ലാവരും ഒരേപോലെയാണോ? അങ്ങനെ ഒന്നും ഇല്ല, എല്ലാവരും ഒരേപോലെയല്ല. സ്വർഗത്ത് ഇപ്പോൾ നമ്മളെല്ലാവരും സ്വർഗത്തിലാണ് വിചാരിച്ചോളി, അള്ളാഹു അങ്ങനെ ആക്കുമാറാവട്ടെ. പക്ഷെ എന്നാലും എല്ലാവരും ഒരേ ദറജയിലാകൂല, ഒരേ സ്റ്റേജിലാകൂല, വ്യത്യസ്തമായിരിക്കും. എത്ര ദറജ ഉണ്ടെന്നാണ് പറഞ്ഞത്? 100 എണ്ണം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ വ്യത്യസ്തമായ അവസ്ഥയിലായിരിക്കും. നമ്മളെന്താ വിചാരിക്കുക, എങ്ങനെയെങ്കിലും സ്വർഗത്ത് പോയി കിട്ടിയെങ്കിൽ എന്നാണ്. പക്ഷെ ഇല്ല, നല്ലോണം അള്ളാഹുവിന്റെ അടുക്കൽ ആണല്ലോ മുഖറബീങ്ങളായ ആൾക്കാരില്ലേ, അവരാരാ നിങ്ങൾക്ക്? വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. ആരാണെന്നോ മുഖറബീങ്ങളായ ആളുകൾ, റഹ്മാനായ റബ്ബിലേക്ക് സാമീപ്യം നേടിയവർ. വസ്സാബിഖൂന സാബിഖൂൻ, നന്മകളിൽ മുന്നേറിയ ആളുകളാണ്. അസ്സാബിഖൂന ഫിദ്ദുനിയാ ഇലൽ ഖൈറാത്ത്, ദുനിയാവിൽ നന്മകൾ മുന്നേറിയവരാണ്. ഹുമുസ്സാബിഖൂന ഫിൽ ആഖിറതി ലിദുഖൂലിൽ ജന്നാത്ത്, നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് മുൻകടക്കുന്നവരും അവർ തന്നെയായിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മകളിൽ മുന്നേറിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയ ആൾക്കാർ സാബിഖീങ്ങളാണ്. അവരെവിടെയാണ് ഉണ്ടാവുക? ഉലൈകൽ മുഖറബൂൻ. സാമീപ്യമുള്ള ആരെ സാമീപ്യം ഉണ്ടാവുക? റബ്ബിൻ്റെ സാമീപ്യം. അതെവിടെയാണ് ഉണ്ടാവുക? ഫീ ജന്നാത്തിൻ നഈം, ജന്നാത്തുൻ നഈമിലാണ്. സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. മുൻഗാമികളിൽ നിന്നൊരു കൂട്ടം ആളുകൾ ഉണ്ടാകുമ്പോൾ പിൻഗാമികളിൽ നിന്ന് വളരെ കുറച്ചാളുകളാണ്. ആരില്? സാബിഖീങ്ങളിൽ, മുന്നേറിയ ആൾക്കാരിൽ. അള്ളാഹു ആ സാബിഖീങ്ങളിലെ പിൻഗാമികളിലെ ആൾക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. മുൻഗാമികൾ കുറേ ഉണ്ടാകും, ലാസ്റ്റ് എല്ലാ ആൾക്കാരിൽ നിന്ന് കുറച്ച് ആൾക്കാരെ ഉണ്ടാകുള്ളൂ എന്നാണ്.
ഇനി നേരെ തിരിച്ചു നോക്കി നിങ്ങൾ, സ്വർഗത്തിൽ എല്ലാവരും ഒരേപോലെയാണ്, ഞാൻ വെറുതെ പറഞ്ഞല്ല. വഅസ്ഹാബുൽ യമീൻ മാ അസ്ഹാബുൽ യമീൻ സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ. വലതുപക്ഷത്തിൻ്റെ ആളുകൾ ഒരു കൂട്ടം മുൻഗാമികളിൽ നിന്നുമുണ്ട്, പിൻഗാമികളിൽ നിന്നും ഒരു കൂട്ടം ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞിടത്ത് എന്താ, മുൻഗാമികളിൽ ഒരു കൂട്ടുണ്ട്, പിൻഗാമികളിൽ നിന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പം നമുക്ക് ഏതാ വേണ്ടിയത്? മുൻഗാമികളെ ഒരു കൂട്ടത്തിൻ്റെ ഒപ്പം പോകുന്ന പിൻഗാമികളിൽ കുറച്ച് ആൾക്കാർ, അതോ വേണ്ടത് മുൻഗാമികൾ ഒരു കൂട്ടത്തിൻ്റെ ഒപ്പം പോകുന്ന പിൻഗാമികളൊരു കൂട്ടരാണോ വേണ്ടിയത്? എല്ലാവരും ആഗ്രഹിക്കേണ്ടത് മുൻഗാമികളോടൊപ്പം പോകുന്ന പിൻഗാമികളിലെ ഒരു കൂട്ടരിലാകാനാണ്, കുറച്ച് ആൾക്കാരിൽ പെടാനാണ്. ഓൽക്ക് എന്താ കിട്ടുക? അലാ സുറുറിൻ മൗദൂന, സ്വർണ്ണനൂല് കൊണ്ട് മെടഞ്ഞ കട്ടിലുകളിലായിരിക്കും അവർ. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, അവരവരിൽ പരസ്പരം അഭിമുഖമായി ചാരിയിരിക്കും. യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ, നിത്യവാസം നൽകപ്പെട്ട ബാലന്മാരവരിലൂടെ ചുറ്റി സഞ്ചരിക്കും. ബി അക്വാബിൻ വ അബാരീക വ കഅസിൻ മിൻ മഈൻ, കോപ്പകളും കൂജകളുമായി ശുദ്ധമായ ഉറവ് ജലവും നിറച്ച പാനപാത്രവുമായിട്ടായിരിക്കും അവരുണ്ടാവുക. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ, അത് കുടിച്ചത് കൊണ്ടവർക്ക് തലവേദനയോ ലഹരിയോ ബാധിക്കുന്നതല്ല. വഫാകിഹതിൻ മിമ്മാ യതഖയ്യറൂൻ, അവർക്ക് ആഗ്രഹിക്കുന്ന ഫലവർഗ്ഗങ്ങൾ അവർക്ക് അവിടെ ലഭിക്കും. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, അവരാഗ്രഹിക്കുന്ന പക്ഷി മാംസങ്ങൾ അവർക്ക് ലഭിക്കും. വഹൂറുൻ ഈൻ, വിശാലമായ നയനങ്ങളുള്ള വെളുത്ത ഉണ്ടാകും. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ചിപ്പികളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട മുത്തുകൾ പോലെയായിരിക്കും അവർ. എന്താണ് അവർക്ക് ലഭിച്ചതെന്നോ? ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ നല്ലോണം ചെയ്തതിൻ്റെ ഫലമാണ്. ലാ യസ്മഊന ഫിയാ ലഅവൻ വലാ തഅസീമാ, അവിടെ വേണ്ടാത്തൊരു വർത്തമാനങ്ങളും പാപങ്ങളും ഒന്നും അവിടെ ഇല്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, ആ സ്വർഗത്തിൽ സലാമിൻ്റെ അഭിവാദ്യങ്ങൾ മാത്രമാണ്. അതാണ് ആർക്ക് കിട്ടുക? സാബിക്കീങ്ങൾക്ക്. എന്നഞ്ഞേ തൊട്ട് ബേക്കിലുള്ള അസ്ഹാബുൽ യമീൻ അത്ര ഇല്ല, തൊട്ട് താഴത്താണ് അവരെന്നാ. അവർക്കൊക്കെ ഫീ സിദ്രിൻ മഖ്ലൂദ്, മുള്ളില്ലാത്ത ഇലന്ത മരമാണ്. വത്വൽഹിൻ മൻളൂദ്, അടുക്കുകളായി കുലകളുള്ള വായകൾക്കിടയിലാണ്. വളില്ലിൻ മംദൂദ്, നീട്ടപ്പെട്ട തണലുകളാണ്. വമാഇൻ മസ്കൂബ്, സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം. അവിടെ എപ്പോഴും വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്. മറ്റേ പറ്റി എന്താ പറഞ്ഞത്? ഓർമ്മ ഉണ്ടോ? മറന്നോ? അവരെ പറ്റി നേരെ തിരിച്ചാണല്ലോ പറഞ്ഞത്. പാത്രങ്ങളിൽ വ്യത്യസ്തമായതുമായിട്ട് കൊണ്ടാവുന്ന വലതുവശത്തിൻ്റെ ആൾക്കാർക്ക് ഒഴുകണ വെള്ളം ഉണ്ടാകും, വേണ്ടി കുടിക്കുക എടുക്കുക. മറ്റേ ഇതിങ്ങനെ കൊണ്ടുവരുന്ന ഏതാ നല്ലേ? ഇവിടെ ഗ്ലാസ് വെള്ളമുണ്ട്, അത് വന്ന് എടുക്കലാണോ അങ്ങനെ അടുത്ത് കൊണ്ടുവന്നല്ലാണോ നല്ലേ? മാറ്റാണ്. സ്വർഗത്തിൽ തന്നെ എല്ലാവരും എന്തല്ല, ഒരേ ദറജയിലല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട പഴവർഗ്ഗങ്ങളിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. എന്നാൽ വലതുപക്ഷത്തിന് ആൾക്കാർ വഫാകിഹതിൻ കസീറ, ധാരാളം പഴവർഗ്ഗങ്ങൾ അവർക്ക് അവിടെയുണ്ട്. ഒന്നും നിലച്ചു പോവാത്തതും തടസ്സപ്പെടാത്തതുമാണ്. വഫുറുഷിൻ മർഫൂഅ, ഉയർന്ന മെത്തകളിലാണ് അവരുള്ളത് വലതുപക്ഷക്കാർ. എന്നാൽ മുൻകടന്നോലോ അല സുറുറിൻ മൗദൂന, സ്വർണ്ണനൂലിൻ്റെ നല്ല മാറ്റുണ്ട് സ്വർഗത്തിലല്ലോ തന്നെ. നമ്മളറിയാം പോത്തിനും ചെമ്പോത്തിനും മാറ്റുണ്ട്, അറിയില്ലേ? അതുമല്ല, അതിൻ്റെ അപ്പുറം മാറ്റുണ്ട്. ഏല പെടേണ്ടതെന്ന് നമ്മളാ തീരുമാനിക്കണ്ടേ. സാബിക്കീങ്ങളിൽ പെടണോ? അതോ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, ചെയ്തോണ്ടാണ്. ചെയ്തോലൊക്കെ എല്ലാവർക്കും ഒരേപോലെ ആവൂല. നല്ലോണം ചെയ്താൽ എന്ത് ചെയ്യും? മുന്നേറാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമദാൻ ഇന്ന് തുടങ്ങുകയാണ്. പരമാവധി നന്മകൾ എന്തൊക്കെ ഉണ്ടോ റമദാനിൽ പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ നോക്കുക. 29 നോമ്പൈക്കാരം കിട്ടുക, 29 നോമ്പിനില്ല പ്ലാൻ ഉണ്ടാക്കുക. 30 കിട്ടിയാൽ 30 ലാഭം. 30 ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അവസാനം ഇനിയിപ്പോൾ എത്തൂല എന്ന് വിചാരിക്കും ഖുർആനോത്ത്. 29 ഉണ്ടാക്കിയെങ്കിൽ അപ്പോൾ എത്തുമെന്നാണ് വിചാരിക്കുക. നേരത്തെ കാലത്തെ ഒരു കൂട്ടുക, റെഡിയാക്കാം. എല്ലാ നന്മകളിലും മത്സരിക്കുക. എന്താ മത്സരം? സാരിഉ, മത്സരിച്ചോളി. സാബിഖു, മത്സരിച്ചോളി.
ബാക്കിലില്ലോലൊന്നും നിങ്ങൾ നോക്കണ്ട, ഒപ്പല്ലോലൊന്നും നോക്കണ്ട. നിൻ്റെ നാട്ടിൽ നിന്ന് ഒരു സുബൈക്ക് ഒരു ചങ്ങയുണ്ട്, റെസീറ്റിൻ്റെ ബാക്കത്തിൽ കൊണ്ടുപോയി എഴുതിയിരിക്കണം. അപ്പോൾ എന്തോ ചോദിച്ചു, ബാക്കിയുള്ളവരൊന്നും ഇഞ്ച കാണണ്ട, എനിക്ക് ഇൻ്റെതല്ല അറിയേണ്ടിയുള്ളൂ. അതാണ് എന്ത് മുസാറ എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ളതൊന്നും നമ്മളെന്താ ഇപ്പുറം ഇങ്ങനെ മറിച്ചു നോക്കും, അവനൊക്കെ നോക്കുമല്ലേ. അപ്പം നേരെ ലാസ്റ്റ് ഉണ്ടായിരുന്നു, ഞാൻ ആരും ഇൻ്റും കാണണ്ട, ഞാൻ ആരും കാണാം, എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ അതിൻ്റെ കാര്യം സിന്ദാബാദ്. അതാണ് മുസാറ. മുസാബക്ക ഒലിനെ തോൽപ്പിക്കോ ഓലത്ര അയിലാറ് മുന്നേ. ആ ഒരു മുസാബക്കയും മുസാറത്തുമൊക്കെ പരമാവധി ഉണ്ടാക്കുക. ഒരു നിമിഷവും സമയം പോകും, പിടിച്ചാൽ കിട്ടൂല, പിന്നെ ആകാന്ന് പറഞ്ഞാൽ കിട്ടൂല. സമയം എല്ലാവർക്കും ഒരേപോലെയാണ്. പരമാവധി പണിയെടുക്കുക, റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, എന്നിട്ട് നല്ലോണം അധ്വാനിക്കുക. എന്തിന്? വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുക. എന്തിന്? വമിസാജുഹു മിൻ തസ്നീം എന്നല്ലേ, അതിനും വേണ്ടി. അതിനിവിടെ കുറച്ചൊക്കെ ഇടങ്ങേറായാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ ത്യാഗം ചെയ്താലും കുഴപ്പമില്ല. റമദാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക. ജുമാകളിലും ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. എവിടെയൊക്കെ ഉണ്ടോ ധൃതിപ്പെട്ട് പടച്ചോനെ നീ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ നേരത്തെ പോന്നാണ്, ബാക്കിയുള്ളവരൊക്കെ ഒരു വരുന്നുണ്ട്. ആ ഒരു മനസ്സ്, ഞാൻ നേരത്തെ പോയി പള്ളിക്ക്, നിങ്ങൾ വരിട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പോയി അറിയില്ലേ, നിങ്ങൾ വരി, ഞാൻ പോവാണ് പള്ളിക്ക്, ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കാം എന്ന ഒരു മനസ്സുണ്ടാവുക. കുടുംബത്തെയും എല്ലാവരെയും ചേർത്ത് പിടിക്കുക, റമദാനിനെ ധന്യമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു മസ്ജിദിൽ ഒരുമിച്ച് കൂടിയത് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ അള്ളാഹു സ്വർഗത്തിലും നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ സാബിക്കീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിനെ തിരുവജ്ഹ് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കത്തിജ്വലിക്കുന്ന ജഹന്നമിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. റമദാനിനെ പൂർണ്ണമായി ആഫിയത്തോടുകൂടി നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടം, ആ കവാടത്തിലൂടെ പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. റമദാനിനെ കുടുംബത്തോടൊപ്പം ധന്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.